പ്രൊഫസർ റോണി, അദ്ദേഹം പറഞ്ഞതുപോലെ സാമ്പത്തിക മേഖലയിൽ ഇതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വലുതാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ വ്യവസായ മേഖല രൂപയ്ക്കെതിരെ ഡോളർ ശക്തി പ്രാപിക്കുന്നതിനെ ആശങ്കയോടെയാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു ഭാവി എന്താകും? ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ വിൻസെന്റ് പറഞ്ഞ നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ലോക രാഷ്ട്രീയത്തിന്റെ ഒരു പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായി ഇന്ത്യ മാറുവാനുള്ള സാധ്യതയുള്ളത്. കാരണം നമുക്കറിയാം, ട്രംപ് ഒരിക്കലും ഒരു അന്തർദേശീയ സംഘടനകളെ ഒന്നും അദ്ദേഹം വലിയ വില കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന് ഒന്നാം ടീമിൽ. അപ്പോൾ അമേരിക്കയെ നേതൃത്വം നൽകുന്ന സൈനിക സഖ്യമായിട്ടുള്ള നാറ്റോയ്ക്കും വലിയ കാര്യമായിട്ട് ട്രംപ് വന്നതിനകത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം അദ്ദേഹം ഉക്രൈന് കൃത്യമായി തന്നെ സന്ദേശം കൊടുത്തു കഴിഞ്ഞു, നിങ്ങൾ നാറ്റോയിൽ ഉടനെ ചേരാമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന്. കാരണം റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഉക്രൈൻ നാറ്റോയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ജോ ബൈഡൻ, അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹം ഒരു പരിധിവരെ ഉക്രൈൻ അനുകൂലമായ നിലപാടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ട്രംപ് എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് എന്തിനാണ് അമേരിക്കൻ ആയുധങ്ങൾ വെറുതെ കൊണ്ടുപോയി അവിടെ ഉക്രൈൻ അത് റഷ്യക്കെതിരെ ഉപയോഗിക്കുന്നു. അപ്പോൾ ട്രംപ് വന്നപ്പോൾ ആദ്യം സ്വാഗതം ചെയ്തതിൽ ഒരാൾ റഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളാഡിമിർ പുടിനാണ് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പാശ്ചാത്യ സഖ്യത്തോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചേരികളോടൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഒരു സ്വാഭാവിക സഖ്യകക്ഷിയായി ഇന്ത്യ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ കണ്ടു, ഒന്നാമത്തെ ട്രംപിന്റെ ഭരണകാലത്ത് മോദി അമേരിക്കയിൽ ചെന്നപ്പോൾ ഹൂസ്റ്റണിൽ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഹൗഡി മോഡി എന്ന രീതിയിലുള്ള ഒരു വലിയ പ്രോഗ്രാം വരെ അവിടെ സംഘടിപ്പിക്കപ്പെട്ടു. അതുപോലെ ഇന്ത്യയിലേക്ക് ട്രംപ് വന്നപ്പോൾ അവിടെ എന്തായിരുന്നു, നമസ്തേ ട്രംപ് എന്ന രീതിയിൽ ഒരു മുദ്രാവാക്യമൊക്കെ മുഴക്കി വലിയ ഒരു സൗഹാർദ്ദത്തിലേക്ക് ഇന്ത്യ അമേരിക്കയിൽ പോവുകയുണ്ടായി. അതിന്റെ കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ വിൻസെന്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. കാരണം ചൈന അമേരിക്കയുടെ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ എനിമിയായി വളർന്നു വരുമ്പോൾ ചൈനയിൽ സൗത്ത് ഏഷ്യ അല്ലെ ഉൾപ്പെടെയുള്ള ഏഷ്യൻ കോണ്ടിനെന്റില് ചൈനയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ അത് ഇന്ത്യയെ കൂട്ടുപിടിച്ച് മാത്രമേ കഴിയൂ എന്നുള്ള ഒരു പ്രായോഗിക രാഷ്ട്രീയ ബുദ്ധി അവിടെ അമേരിക്കയ്ക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്ത് അമേരിക്കയുടെ ഒരു വലിയ സഖ്യകക്ഷിയായി ഇന്ത്യ തുടരും. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് നമ്മളിവിടെ നേരത്തെ ചൂണ്ടിക്കാട്ടിയ സാമ്പത്തിക മേഖലയിലെ അതിന്റെ ചില സൂചനകൾ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു മുന്നേറ്റം സാധ്യമാകുമോ എന്നുള്ളൊരു ചർച്ചകളുണ്ട്. അതുകൊണ്ടാണല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാം, സെപ്റ്റംബറിൽ ഏകദേശം 81 രൂപയായിരുന്നു ഒരു ഡോളറിനെതിരെ ഉള്ള നമ്മുടെ വിനിമയ മൂല്യമെങ്കിൽ അത് ഇപ്പോൾ 2 മാസം കൊണ്ട് 85 രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് രൂപയുടെ വില തകർച്ചയ്ക്ക്, മൂല്യത്തകർച്ചയ്ക്ക് ഡോളർ കരുത്താർജിച്ചതിന്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കയിലെ ട്രംപ് വന്നതും അവിടെ അവർ സ്വീകരിക്കാൻ പോകുന്ന ഒരു പ്രൊട്ടക്ഷനിസം. ഇതെന്ന് പറയുന്നത് ഒരു 100-200 വർഷത്തെ ഒരു അമേരിക്കയുടെ വിദേശ നയമുണ്ട്. നമുക്കറിയാം, മൺട്രോ ഡോക്ട്രിൻ എന്നൊക്കെ പറഞ്ഞു 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ അമേരിക്ക സ്വീകരിച്ച ഒന്നാണ് ഈ ഒരു പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്നത്. അമേരിക്കയിലേക്ക് തന്നെ ഒറ്റപ്പെടുക, അമേരിക്കയിലേക്ക് തന്നെ ചുരുങ്ങുക, ലോകത്ത് മറ്റ് എന്ത് സംഭവിച്ചാലും അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, മറ്റൊരു സാമ്രാജ്യത്വ ശക്തികളും അമേരിക്കയുടെ കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് തുടങ്ങുന്ന ഒരു മൺട്രോ ഡോക്ട്രിൻ. അപ്പോൾ ആ മൺട്രോ ഡോക്ട്രിന്റെ ഒരു പുതിയ പതിപ്പായിരിക്കും ഈ ട്രംപിസം അല്ലെ ട്രംപിന്റെ നയങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ. പിന്നെ ഇതിന്റെ അകത്ത് സാധ്യത, അതായത് ലോക പോലീസ് എന്നുള്ള പദവി ട്രംപ് തുടരും എന്ന് തന്നെയാണോ താങ്കൾ കരുതുന്നത്? അതിലേക്ക് ഞാൻ അത്ര സാധ്യത കാണുന്നില്ല. കാരണം ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഉടനെ അദ്ദേഹം കൊടുത്ത ഒരു വാർണിംഗ് ഉണ്ട്. അദ്ദേഹം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ജനുവരി 20 മുമ്പ് ഇസ്രയേലും അതുപോലെ തന്നെ ഹമാസും ഇറാനും ലബനോനും ഒക്കെ ആയിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കണം എന്ന് അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തിരുന്നു. പക്ഷേ ഒന്നാം ട്രംപിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പല നയങ്ങളും ഇസ്രായേലിന് വലിയ പിന്തുണയായിരുന്നു നൽകിയത്, പ്രത്യേകിച്ചും ജെറൂസലേമിനെ. കാരണം അത് വലിയൊരു ആശ്വാസമാണ് ഇസ്രായേൽ നൽകിയത്. കാരണം ജെറൂസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചത് ട്രംപാണ്. അതുപോലെ തന്നെ അബ്രഹാം ഉടമ്പടി അതിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അവിടുത്തെ വിഷയങ്ങൾ പരിഹരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അത് വലിയൊരു മോറൽ ബൂസ്റ്റിംഗ് ആണ് ഇസ്രായേലിന് കിട്ടിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ടാം ട്രംപിലേക്ക്, കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ വിൻസെന്റ് പറഞ്ഞതുപോലെ ഈ നയങ്ങളൊക്കെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനിരിക്കുന്നതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടുവാൻ വേണ്ടി മധ്യവർഗ സമൂഹത്തിന്റെ വോട്ടുകളൊക്കെ സ്വാധീനിക്കുന്നതിന് വേണ്ടി അല്ലെ അതിന് മുകളിലുള്ള ആളുകളുടെ ഒക്കെ വോട്ടുകൾ സ്വാധീനിക്കാൻ വേണ്ടി അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? ഇനി അദ്ദേഹത്തിന് 2 കണ്ണും അടച്ച് മുന്നോട്ട് പോകാം. കാരണം ഇനി അദ്ദേഹത്തിന് ഒരു ടേം ഇല്ല. അമേരിക്കൻ ഭരണഘടന പ്രകാരം
പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു തവണ പ്രസിഡന്റായി 2 തവണ തുടർച്ചയായി അതേക്കുറിച്ച് എനിക്ക് ഡോക്ടർ വിൻസെന്റ് ക്ലാരിഫൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം. ഇത് തുടർച്ചയായി 2 തവണയാണോ അതോ പിന്നെ എപ്പോഴെങ്കിലുമായി 2 തവണയാണോ എന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ഒരു ധാരണയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇനി തുടരാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ഇനിയും ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ അദ്ദേഹം കണ്ണടച്ചുള്ള ഒരു നയങ്ങളായിരിക്കും നടപ്പാക്കാൻ പോകുന്നത്. ഞാൻ ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. ട്രംപ് വരുമ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു തീവ്ര കോർപ്പറേറ്റ് വൽക്കരണം, അതിനൊരു വലിയ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ ജനുവരി 20 ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കുന്നതിന് വേണ്ടി അമേരിക്കയിലെ 150 വലിയ കോർപ്പറേറ്റുകൾ, വലിയ ശതകോടീശ്വരന്മാർ, അവർ തന്നെ ഏതാണ്ട് 100-150 മില്യൺ $US സംഘടിപ്പിച്ചുകൊണ്ട് സമാഹരിച്ചുകൊണ്ട് ഭയങ്കരമായ ആഘോഷ പരിപാടി, ഇത് ചരിത്രത്തിൽ അമേരിക്കയോ ലോകമോ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക്, അമേരിക്കൻ മുതലാളിത്തത്തിന്, കമ്പോളത്തിന് മുൻഗണന കിട്ടുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവിടെ വരാൻ പോകുന്ന മറ്റൊരു അപകടം, അത് ഇന്ത്യ ഉൾപ്പെടെ, കാരണം ഇവിടെ അമേരിക്കയിലുള്ള ജനസംഖ്യയുടെ ഒരു വലിയ ഭൂരിപക്ഷം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അവിടേക്ക് കുടിയേറി പാർത്തവരാണ്. പിന്നെ ആഫ്രിക്കൻസ്, ഏഷ്യൻസ്, ലാറ്റിനോസ്, ഫിലിപ്പിനോസ്, അല്ലെങ്കിൽ മെക്സിക്കൻസ് തുടങ്ങിയ ഒരുപാട് പ്രദേശത്ത് നിന്നുള്ള ആളുകളുണ്ട്. പക്ഷെ ഒരു തീവ്ര വലതുപക്ഷ ദേശീയത അവിടെ പതിയെ ഡെവലപ്പ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ തവണ ട്രംപ് ജയിച്ചപ്പോഴാണെങ്കിലും ഇത്തവണ ട്രംപിനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ അകത്താണെങ്കിലും ഒരു വെള്ളക്കാരുടെ ഒരു മൊബിലൈസേഷൻ, വൈറ്റ് പീപ്പിളിന്റെ ഒരു മൊബിലൈസേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തീവ്ര ദേശീയതയിലേക്ക് പിന്നെ പയ്യെ മാറിക്കൊണ്ട് അവിടെ ഈ കുടിയേറി വന്ന ആളുകൾക്കെതിരെ ഉള്ള ചില മൂവ്മെന്റുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും പിന്നെ നമുക്ക് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. തീർച്ചയായും. ഡോക്ടർ വിൻസെന്റ്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരത്തിലൊരു പോളറൈസേഷനുള്ള സാധ്യതയുണ്ടോ? മറ്റൊന്ന്, ഈ പലസ്തീൻ യുദ്ധം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ട്രംപിൻ്റെ വിദേശ നയങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? പ്രൊഫസർ റോണി ചൂണ്ടിക്കാണിച്ച കാര്യം, അമേരിക്കയുടെ ആഭ്യന്തര രംഗത്ത് ഉണ്ടായ മാറ്റം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് വളരെ കൃത്യമാണ്. അമേരിക്കയിലെ ഒരു തീവ്ര ദേശീയതയുടെ എലമെന്റ് വളരെ ശക്തമാണ്. അത് 2 തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, വെള്ളക്കാരന്റെ വംശീയ മേധാവിത്വം. 2, ഈ ക്രിസ്ത്യൻ സ്വത്വബോധം. അപ്പൊ ക്രിസ്ത്യൻ മത സ്വത്വബോധത്തെയും വെള്ളക്കാരന്റെ വംശീയ ബോധത്തെയും. ഈ വെള്ളക്കാരന്റെ വംശീയത എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായൊരു പ്രതിഭാസമല്ലല്ലോ, അത് അമേരിക്കയിൽ നിലനിന്ന് വന്നിരുന്നതല്ലേ? അമേരിക്കയിൽ അതീവ ശക്തമായി നിലനിന്നതാണ്. പക്ഷേ അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള സിവിൽ വാർ നമുക്കറിയാം. അവിടെ അമേരിക്കൻ സിവിൽ വാറിന്റെ പശ്ചാത്തലത്തിൽ അടിമത്ത നിരോധനത്തെ തുടർന്നുണ്ടായിട്ടുള്ള യുദ്ധമാണ് തെക്കൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും തമ്മിൽ. അതിന്റെ അവസാനം എബ്രഹാം ലിങ്കണെ വിൽസ് ബൂത്ത് വെടിവെച്ച് കൊല്ലുകയുണ്ടായി. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അത് എല്ലാം ഈ വംശീയതയെ ആധാരമാക്കിയുള്ള അമേരിക്കൻ സിവിൽ വാർ തന്നെ ഈ കറുത്ത വർഗക്കാരായിട്ടുള്ള അടിമകളെ മോചിപ്പിച്ചതിനെതിരായിട്ടുള്ള വെള്ളക്കാരന്റെ വംശീയ മേധാവിത്വത്തിന്റെ ബൃഹസ്ഫുരണമായിരുന്നു. എന്നാൽ അത് തുടർച്ചയായി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കുറഞ്ഞു വരികയും അവര് ഒരു ലിബറൽ ജനാധിപത്യത്തിന്റെയും മാനവികതയുടെയും മനുഷ്യാവകാശങ്ങളുടെയും ഒക്കെ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തു. ഇപ്പോൾ ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന് തന്നെ ബിൽ ക്ലിന്റൺ, ബരാക് ഒബാമ അടക്കമുള്ള ആളുകൾ നിയന്ത്രിക്കുന്ന അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ്, അത് അമേരിക്കൻ താല്പര്യങ്ങളെ പോലും ബലികഴിച്ചുകൊണ്ട് ലിബറലിസവും അതുപോലെ കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ, മാനവികത, മനുഷ്യത്വം, പിന്നെ ഇക്വാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള വലിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഡീപ് സ്റ്റേറ്റ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ദേശ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തീവ്രവാദത്തെയും കുടിയേറ്റത്തെയും അതുപോലെ മതപരമായ തീവ്രവാദങ്ങളെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറുന്നു എന്നുള്ളതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം അമേരിക്കയിൽ ഉണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയിൽ തന്നെ ശക്തിപ്പെട്ടു വരുന്ന ഈ കുടിയേറ്റക്കാർ. എന്തുകൊണ്ട് കുടിയേറ്റം ഉണ്ടാവുന്നു? ഇപ്പോൾ കമല ഹാരിസിനായിരുന്നു ഈ മെക്സിക്കൻ അതിർത്തിയിലേക്കുള്ള കുടിയേറ്റത്തെ നിയന്ത്രിക്കാൻ ചുമതലയുള്ള വ്യക്തി. വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്കാണ് ഈ കുടിയേറ്റത്തിന്റെ ചുമതല കൊടുത്തത്. അതിൽ കമല ഹാരിസ് പരാജയപ്പെട്ടു എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്കെതിരായി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്ന്. അമേരിക്കൻ ജനത അത് കാര്യമായി പരിഗണിച്ചു. അപ്പോൾ ഇത് ട്രംപിന്റെ മാത്രം ഒരു വിഷയമല്ല. അമേരിക്കയുടെ ആഭ്യന്തര രംഗത്ത് അതൊരു വെള്ളക്കാരുടെ രാഷ്ട്രമാണ്. ഇപ്പോഴും 70% വെള്ളക്കാരാണല്ലോ.
അപ്പോൾ ആ വെള്ളക്കാരന്റെ വംശീയ ദേശീയതയെ ഒരു ലിബറലിസം കൊണ്ട് അവർക്ക് മറികടക്കാൻ സാധിച്ചുവെങ്കിലും ഇപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സ്വന്തം നാട്ടിൽ ഹനിക്കപ്പെടുന്നു എന്ന തോന്നൽ ഉണ്ടായിരിക്കുന്നു. അത് സാമ്പത്തിക തകർച്ചയുടെയും ഒരു ഡിക്ലൈനിങ് സൂപ്പർ പവർ എന്ന നിലയിലുള്ള അമേരിക്കയുടെ പൊസിഷന്റെയും ഒക്കെ പ്രശ്നമാണ്. ആഗോളാടിസ്ഥാനത്തിൽ ശീതയുദ്ധാനന്തരം അമേരിക്കയ്ക്ക് 10 വർഷം മാത്രമാണ് ഏകധ്രുവ ലോകത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചത്. 2008 അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ദീർഘമാന്ദ്യം, ലേമാൻ ബ്രദേഴ്സ് തകർന്നതിനെ തുടർന്നുണ്ടായിട്ട് ഉള്ള മാന്ദ്യത്തിനകത്തുനിന്ന് ഇപ്പോഴും അവർക്ക് പൂർണ്ണമായി കരകയറാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് ഡോക്ടർ വിൻസെന്റ്, ഈ ട്രംപിന്റെ 2ാം വരവ് ഈ പലസ്തീൻ യുദ്ധത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പുതിയ അന്താരാഷ്ട്ര കൂട്ടുകെട്ടുകൾക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാൻ അതിലേക്കാണ് വരുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റത്തിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് ഈ പ്രൊട്ടസ്റ്റന്റ് ക്രിയേഷനിസ്റ്റുകളും അവിടുത്തെ മറ്റ് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളും ഒക്കെ ചേർന്ന് പുതിയ അത് ക്രിസ്ത്യൻ സയനിസം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ക്രൈസ്തവ ലോകത്തിന്റെ ക്രിസ്ത്യാനികളുടെ ഉത്തരവാദിത്തമാണ് പലസ്തീൻ പൂർണ്ണമായി ഇസ്രായേലികൾക്ക് വേണ്ടി കൊടുക്കേണ്ടത്, അതൊരു മതപരമായ ലക്ഷ്യമാണ് എന്നൊക്കെ കരുതുന്നവരാണ് ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ ശക്തമായ പിന്തുണ തുടർന്നോളൂ. ഓക്കെ, ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ ശക്തമായ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കിട്ടി. ട്രംപ് തന്നെ ഒരു ക്രിസ്ത്യൻ സയനിസ്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ ഫലസ്തീൻ സംഘർഷത്തിൽ പ്രതിഫലിക്കും. ഫലസ്തീൻ സംഘർഷത്തിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള ഒരു സമീപനമായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക. അല്പം ബാലൻസ്ഡ് ആയിട്ടുള്ള നയം സ്വീകരിച്ച ആളാണ് ജോ ബൈഡൻ. പക്ഷേ അതിനപ്പുറത്തേക്ക് പൂർണ്ണമായും ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന നയമായിരിക്കും സ്വീകരിക്കുക. ഇപ്പോൾ അവിടുത്തെ സംഘർഷം ശക്തിപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അമേരിക്കൻ എംബസി ടെല്ലവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റിയതാണ്. നമുക്കതറിയാം. നേരത്തെ റോണി കെ ബേബിസാർ അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇസ്രായേലിന്റെ എറ്റേണൽ ക്യാപിറ്റൽ ആണ് ജെറുസലേം എന്ന് അന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് കിഴക്കൻ ജെറുസലേമും വെസ്റ്റ് ബാങ്കും ഗസയും ചേർത്ത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഉണ്ടാക്കുക. ആ സ്വതന്ത്ര ഫലസ്തീന്റെ തലസ്ഥാനം കിഴക്കൻ ജെറുസലേം ആയിരിക്കണം. ഇത് ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും എത്തിച്ചേർന്നിട്ടുള്ള കൺസെൻസസ് ആണ്. അത് യൂറോപ്യൻ യൂണിയനും അതുപോലെ യുണൈറ്റഡ് നേഷൻസും ഒക്കെ ഇതിനെ പിന്തുണയ്ക്കുന്നതാണ്. അമേരിക്കയും തത്വത്തിൽ ഇതിനെ അംഗീകരിച്ചതാണ്. ഓസ്ലോ പാക്ടിനും അതുപോലെ തന്നെ ജോർജ് ബുഷ് ജൂനിയർ കൊണ്ടുവന്ന റോഡ് മാപ്പിന്റെ ഒക്കെ ഭാഗമായി ഈ 3 പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് ഫലസ്തീൻ രാഷ്ട്രമുണ്ടാക്കുക, അതിന്റെ തലസ്ഥാനം കിഴക്കൻ ജെറുസലേം ആയിരിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ജെറുസലേമിന്റെ അറബികൾ മഹാഭൂരിപക്ഷം അധിവസിക്കുന്ന ഈ കിഴക്കൻ ജെറുസലേം വിട്ടുകൊടുക്കില്ല. അതും കൂടി ഇസ്രായേലിന്റെ ഭാഗമാക്കി ജെറുസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കും എന്നുള്ളത് ഈ ഒരു കൺസെൻസസിൽ നിന്നുള്ള പിന്നടത്തമായിരുന്നു. അതിന്റെ തുടർച്ചയായിരിക്കും ഫലസ്തീൻ സംഘർഷത്തിൽ ട്രംപ് നയം സ്വീകരിക്കുക. അതോടൊപ്പം റഷ്യയുമായിട്ടുള്ള നയത്തിൽ അദ്ദേഹം മാറ്റം വരുത്തും. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അമേരിക്ക ചെയ്തിട്ടുള്ള മഹാവിഡ്ഢിത്തങ്ങളിൽ ഒന്ന് റഷ്യയെ പൂർണ്ണമായും ചൈനയുടെ ആശ്രിതത്വത്തിലേക്ക് വിട്ടു എന്നുള്ളതാണ്. കാരണം റഷ്യക്ക് ചുറ്റും വർണ്ണ വിപ്ലവങ്ങൾ നടത്തി അമേരിക്കൻ അനുകൂല ഗവൺമെന്റുകളെ, പഴയ സോവിയറ്റ് റഷ്യൻ റിപ്പബ്ലിക്കുകൾ, പുതിയ സ്വതന്ത്ര രാജ്യങ്ങൾ അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പശ്ചിമ യൂറോപ്പിന്റെയും നാറ്റോയുടെയും താല്പര്യം. അത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ യൂറോപ്പിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉക്രൈൻ യഥാർത്ഥത്തിൽ നാറ്റോയിൽ ചേരുമ്പോൾ റഷ്യയുടെ നേരിട്ടുള്ള അതിർത്തിയിൽ നാറ്റോ വരികയാണ്. ലോകത്തിലുള്ള ഒരു രാജ്യത്തിനും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഇന്ത്യ എന്തുകൊണ്ടാണ് ഹമ്പൻടോട്ട തുറമുഖം ശ്രീലങ്കയുടെ ഹമ്പൻടോട്ട തുറമുഖം 99 വർഷത്തേക്ക് ചൈന പാട്ടത്തിനെടുക്കുകയും അവിടെ അവിടെ ചൈനീസ് കപ്പലുകൾ വന്നു പോവുകയും ചെയ്തപ്പോൾ ശക്തമായ ഭാഷയിൽ ഇന്ത്യ പ്രതികരിച്ചതുകൊണ്ട് ഇന്ത്യയുടെ മൂക്കിന് താഴെ ചൈനയുടെ ഒരു സൈനിക കേന്ദ്രം ഉണ്ടാവുന്നത് ഇന്ത്യക്ക് സുഖകരമല്ല. അതുപോലെ റഷ്യയുടെ അതിർത്തിയിലുള്ള ഒരു രാജ്യം നാറ്റോ സഖ്യത്തിൽ അംഗമാകുന്നത് റഷ്യൻ താല്പര്യത്തിന് വിരുദ്ധമാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം.